എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യാത്രകൾ പലർക്കും പല രീതിയിലല്ലേ, ഓരോരുത്തരെയും എങ്ങനെ ആസ്വദിക്കുന്നു എന്ന രീതിയിലിരിക്കും അവരുടെ യാത്ര മനോഹരമാകുന്നത്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. സലാല മഴക്കാലത്തെ വരവേറ്റു കേട്ടോ. റോഡിലൊക്കെ പതിവിലും തിരക്കുകൾ കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട്. കാരണം പല ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ സലാലയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ചർച്ചിലേക്കുള്ള യാത്രയിലാണ്. ഓരോ ദിവസവും ഓരോ വെള്ളിയാഴ്ചകളും അങ്ങനെയാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ ചർച്ചിലെത്തി ഒരു മഴച്ചാട്ടിലും ആ ഒരു പ്രകൃതിയും എല്ലാം കൂടെ ചേർന്ന് മനോഹരം തന്നെയാണേ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് പകർത്തിയിരിക്കുന്നതും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ചർച്ചും ഒരു കോമ്പൗണ്ടിനകത്താണെന്നുള്ള ഒരു വലിയ പ്രത്യേകത ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം വെള്ളിയാഴ്ച ദിവസം ഇവിടെ പതിവിലും സന്തോഷം തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാർ എല്ലാ സഭകളിലും വരുന്ന നമുക്ക് കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണേ. ഈജിപ്ഷ്യൻ ചർച്ച്, പാകിസ്ഥാൻ ചർച്ച്, അങ്ങനെ പല ദേശങ്ങളിൽ നിന്നുള്ള പല ഭാഷക്കാർ എല്ലാവരും ഈ ഒരു കോമ്പൗണ്ടിനകത്താണ് ഒത്തുകൂടുന്നത്. പ്രത്യേകിച്ച് ക്രിസ്മസ് സീസണൊക്കെ വരുമ്പോൾ വളരെ മനോഹരം തന്നെയാണ് ഈ ഒരു അന്തരീക്ഷം കേട്ടോ. ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് കേട്ടോ. കാരണം മഴത്തുള്ളികൾ ഇങ്ങനെ ചെടിയെ നിൽക്കുമ്പോഴേ അതിങ്ങനെ താഴേക്ക് വീഴുന്ന ഒരു ദൃശ്യം പകർത്തണമെന്ന് ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ്. ആ ഒരു വീഡിയോയും ആ ഒരു ആഗ്രഹം കൂടെ എനിക്ക് ഇന്ന് പൂർത്തിയായി എന്ന് പറയാം കേട്ടോ. അതുകൊണ്ട് അവിടെ നിന്ന് എടുത്ത ഒരു വീഡിയോ തന്നെയാണ് ഇത്. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിലെ ആരാധനയൊക്കെ കഴിഞ്ഞു. നേരെ കഴിക്കാൻ പോയത് ഇറ്റിൻ എന്ന് പറയുന്നൊരു ഭാഗമായത് കേട്ടോ. സലാലയിൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇറ്റിൻ ഭാഗത്തേക്ക് വരണം. അവിടെയാണ് ഫെസ്റ്റിവലും അതുപോലെ തന്നെ ഫുഡ് സ്പോട്ട്, നല്ലൊരു ഫുഡ് സ്പോട്ട് തന്നെയാണ് ഇറ്റിൻ ഗ്രൗണ്ട്. ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ. അതിനകത്ത് 9-ാം നമ്പർ കടയിലാണ് ഞങ്ങൾ കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര രസകരമാണെന്നല്ല, ശരിക്കും പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നല്ല ക്ലീനായിട്ട് അവർ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അവിടെ ചെന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ ചെന്നപ്പോൾ ഇങ്ങനെ വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പം എടുത്തോളാൻ അവർ സന്തോഷപൂർവ്വം പറഞ്ഞു. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത്രയും ഫുഡൊക്കെ ഇവിടെ ചെയ്യുന്നു എങ്കിലും എന്ത് വൃത്തിയായിട്ടാണ് കിച്ചണൊക്കെ ഇട്ടേക്കെന്നറിയാം. അതുകൊണ്ട് തന്നെ അവർ സമ്മതിച്ചതെന്നുള്ളത് നമുക്കറിയാം. ചിലർ ഇത് സമ്മതിക്കാറില്ല, എടുക്കണ്ട എന്ന് പറയും. പക്ഷേ ഇവർ പൂർണ്ണമായിട്ട് അവരവിടെ നിന്ന് എല്ലാം എടുക്കാനുള്ള അനുവാദം തന്നു എന്നുള്ളതാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങിയ പിന്നെ ആദ്യമായിട്ടായി ഇങ്ങനൊരു കടയിൽ ഒരു അടുക്കളയിൽ കയറുന്നത് കേട്ടോ. കടയിൽ ഞങ്ങൾ പോകുന്നതാണ്, പക്ഷേ അടുക്കളയിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കണ്ടോ, ഒത്തിരി തിരക്കുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർ ഇത്രയും ചിക്കനും മട്ടനും ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അത്രയ്ക്ക് തിരക്ക് ഇവിടെ ഉണ്ട്. നല്ല ക്ലീനാണ്, നല്ല ഫുഡുമാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുമാണ്. അപ്പോൾ നമ്മളവിടെ പോയി ഏത് ചിക്കൻ വേണോ മട്ടൺ വേണോ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നേരെ ഞങ്ങൾ വന്നത് ചോറ് എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള ചോറ് ഏതാണോ അത് നമുക്ക് ഓർഡർ ചെയ്യാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു ചോറും മട്ടണോ ചിക്കനോ ഏതാണെന്ന് വെച്ചാൽ അതുകൂടെ കൊണ്ടുവരുന്നത്. റൈസ് നമുക്ക് സെലക്ട് ചെയ്യാം, അത് നമ്മുടെ ടേബിളിൽ അവർ കൊണ്ടുവരും. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ആ തിരക്കുകൾ കാണാത്തത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ നല്ല തിരക്കായി. ഇതിനപ്പുറത്തും കുറച്ച് ബിൽഡിങ്ങുകൾ ഇവരുടെ ഉണ്ട്, അതിനകത്തും ആൾക്കാരിരിപ്പുണ്ട് കേട്ടോ. ഭയങ്കര തിരക്കായി. അതുമല്ല ഇവരുടെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ വന്നിട്ട് നല്ല നീറ്റായിട്ടാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് വേണം ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് ആ അവിടുത്തെ ആൾക്കാർ കേട്ടോ. ഇത് ഞങ്ങളുടെ എസക്കിയൽ കൂട്ടനാണ്, 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ റൈസും അതുപോലെ തന്നെ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, മട്ടൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്നു ടേബിളിൽ. ശരിക്കും പറഞ്ഞാൽ ഈ റൈസൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇതിനകത്ത് പ്രത്യേകിച്ച് എന്താ അവർ ആഡ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല, പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ റൈസിനൊക്കെ കേട്ടോ. അതൊന്നും പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ മീൻ കറിയോ വലിയ വലിയ ചിക്കൻ കറിയോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ മസാല അവർ ഒട്ടും മസാല ഉപയോഗിക്കാതെ ഈ ചിക്കൻ മട്ടണൊക്കെ തയ്യാറാക്കുന്നത് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഉണ്ടല്ലോ ഈ മസാലയെ കുഴച്ചാണ് ഇറച്ചിയും ചിക്കനും ഒക്കെ എടുക്കുന്നത്. ഇത് ഇറച്ചി മീൻസ് ബീഫ് മട്ടൺ ഇങ്ങനെയൊക്കെ. അത് അതിൻ്റെ ടേസ്റ്റേ നഷ്ടപ്പെടുക. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഞാൻ ആ റൈസ് ഒന്ന് കഴിച്ച് നോക്കിയാണ്. ആ മട്ടൺ ആയാലും നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ടുള്ള മട്ടൺ ആട്ടോ. ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരുന്നു, ഒട്ടും പറയാതിരിക്കാൻ മേല. ആരെങ്കിലും സലാലയെ വരുന്നുണ്ട്, എൻ്റെ വീഡിയോ ആരെങ്കിലും അങ്ങനെയുള്ള കാണുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കടയിൽ വരണം. നല്ല ടേസ്റ്റിയാണ്. അവരുടെ ആതിഥേയ മര്യാദയും ഒക്കെ വളരെ നല്ലതാണ്. നമ്മളെ
നമുക്ക് എന്താവശ്യം എന്നുള്ളത് അറിഞ്ഞ് അവർ നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. എന്നാൽ പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ചെറിയൊരു യാത്രയും കൂടെ ആയിക്കോട്ടെന്ന് കണ്ടു. ആ കോടമഞ്ഞിന് ഇടയിലൂടെ ഞങ്ങളുടെ ആ ഒരു യാത്ര കണ്ടാൽ തന്നെ അറിയാലോ സലാല എത്ര മനോഹരമായിട്ടുണ്ടെന്ന്. അങ്ങനെ പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാവ് കണ്ടത് കേട്ടോ. പിന്നെ അവിടുത്തെ ആൾക്കാരോട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് കുറച്ച് മാങ്ങ തരാമോ എന്ന്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം അതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഒന്നുപോലും തരാതെ വിടില്ല എന്നുള്ളതാണ്. ചിലർ ചിലപ്പം വേണ്ടാന്നൊക്കെ പറയും, പക്ഷേ മിക്കവാറും എനിക്കൊന്നു കൂടുതലും ആൾക്കാർ നല്ല ആൾക്കാർ തന്നെയാണ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടു, ഇത് ഞങ്ങൾക്ക് തന്നതാണ്. നല്ല മാമ്പഴം, നല്ല പഴുത്ത മാമ്പഴമായിരുന്നു. ഞങ്ങൾക്കത് ഞങ്ങളെ കണ്ട ഉടനെ ഞങ്ങളുടെ കയ്യിൽ ആ മാമ്പഴം ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. ശരിക്കും പറയാം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ആരെങ്കിലും മാമ്പഴമൊക്കെ തരുമോ, അതെനിക്ക് സംശയം കേട്ടോ. പക്ഷേ ഇവരങ്ങനെയല്ല. നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് അവിടെ ഒരു ഓറഞ്ചിൻ്റെ മരവും നിൽപ്പുണ്ടേ, അതും പിച്ചിക്കോളാൻ പറഞ്ഞു കേട്ടോ. അതായത് ഞാനിവിടെ എല്ലാവർക്കും ഈ ഒരു മാമ്പഴം കണ്ടതിൻ്റെ ആ ഒരു എന്താ പറഞ്ഞിരിക്കുന്ന സന്തോഷമാണ്. ഈ കയ്യെത്താവുന്ന ദൂരത്തു നിന്ന് അത് പിച്ചെടുക്കുമ്പോൾ ആ ഒരു എന്താ പറഞ്ഞിരിക്കുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ. നമുക്ക് എന്തൊക്കെയോ വലിയ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സന്തോഷം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ ചക്കയും മാമ്പഴവും ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അതെല്ലാവരുടെയും മുഖത്ത് കാണാൻ പറ്റുന്നില്ലേ. മാമ്പഴം പറിക്കാൻ അവർ ഉപയോഗിച്ചേക്കുന്ന ഒരു തോട്ടിയായത് കേട്ടോ. ഒരു കമ്പിൻ്റെ അറ്റത്ത് ഒരു പാലിൻ്റെയൊക്കെ ഒരു ബോട്ടിലുണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് അതേ വെച്ചേക്കും. എന്നിട്ട് ഒരു കൊളുത്തും അതിനകത്തുണ്ട്. അന്നേരം മാമ്പഴം താഴെ വീഴത്തേയില്ല. ഈ ഒരു ബോട്ടിലിനകത്ത് തന്നെ ആ മാമ്പഴം കിടന്നോളും. നല്ല ഒട്ടും ചതയാതെ നല്ല മാമ്പഴം നമുക്ക് കൈ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഫ്രഷോടെ കിട്ടിയതല്ലേ, അവിടെ നിന്ന് 2 എണ്ണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ച് യാത്ര വരികയാണ്. അതിങ്ങനെ സന്ധ്യയായി. ഇവിടുത്തെ ഫെസ്റ്റിവലാണ്, ഞാൻ പറഞ്ഞു ഖരീഫ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫെസ്റ്റിവലാണ്. അങ്ങനെ കുറച്ച് യാത്ര എന്ന് പറയുന്നത് ആ ഫെസ്റ്റിവലിൻ്റെ ആ ഇറ്റിൻ സ്പോട്ടിൻ്റെ അവിടെ തന്നെയായിട്ട് ഇറ്റിൻ സ്ക്വയർ എന്നും പറഞ്ഞാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കോമ്പൗണ്ടിനകത്ത് വന്നു. അവിടെ കുറച്ച് എന്താ പറഞ്ഞേക്കുന്നത് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. അതുകൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്രകൾ ഇന്നിവിടെ അവസാനിക്കുന്നു. യാത്ര കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഞങ്ങളുടെ സലാലയെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. സലാലയിൽ വരുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് സന്ദർശിക്കുക. നല്ല ഒരു അനുഭവങ്ങളാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ സലാല നിങ്ങൾക്ക് സമ്മാനിക്കും. നിങ്ങൾ തീർച്ചയായും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, സലാലയിൽ വരുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ വരണം. അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇത്രയും മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സലാല അതിമനോഹരം തന്നെ കേട്ടോ. വെള്ളച്ചാട്ടങ്ങളും മഴയും കോടമഞ്ഞും അതുപോലെ തന്നെ പച്ചപ്പും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷം തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു സ്ഥലം ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൽ മറക്കാനാവാത്ത കാഴ്ചകൾ നിങ്ങൾക്ക് സമ്മാനിക്കും സലാല തീർച്ചയായിട്ടും. ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പല രീതിയിലും പ്രയോജനകരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നല്ല ഫുഡ് സ്പോട്ടും അതുപോലെ തന്നെ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.